1987 അമേരിക്കയിൽ ഒരു കുടുംബം മൃഗീയമായ രീതിയിൽ കൊല്ലപ്പെടുന്നു. ആ ക്രൈം സീൻ കണ്ടുപേടിച്ച് പോലീസുകാർ പോലും കണ്ണുപൊത്തിപ്പോയി. കൊലയാളി ആരാണെന്നോ കൊലയ്ക്കുള്ള കാരണം എന്താണെന്നോ അറിയാതെ പോലീസ് അമ്പരന്ന് നിൽക്കെ വർഷങ്ങൾക്ക് ശേഷം ഒരു സീരിയൽ കില്ലർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ആ സൈക്കോ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. സോ മോസ്റ്റ് ബ്രൂട്ടൽ മർഡർ കേസുകളിലൊന്നായ ഡാർഡിൻ ഫാമിലി മർഡേഴ്സിനെ പറ്റിയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. വർഷം 1986. അമേരിക്കയിലെ ഇല്ലിനോയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഐന. 490 ജനങ്ങൾ വസിക്കുന്ന ഈ ഗ്രാമത്തിൽ ഒരു കടയും ബാങ്കും ഗ്യാസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും മാത്രമാണുള്ളത്. ആ വനപ്രദേശത്ത് ഒരു ചെറിയ ട്രെയിലർ ഹോമിലാണ് കീത്ത് ഡാർഡീനും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലൈൻ ഡാർഡീനും അവരുടെ 2 വയസ്സുള്ള മകൻ പീറ്ററും താമസിച്ചിരുന്നത്. 1987 എലൈൻ പ്രഗ്നന്റ് ആയി. അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന് കേസി എന്ന് പേരും കരുതി വച്ചിരുന്നു. എലൈൻ അടുത്തുള്ള ഒരു സപ്ലൈ സ്റ്റോറിലാണ് ജോലി ചെയ്യുന്നത്. കീത്ത് ഒരു വാട്ടർ പ്ലാന്റ് ഓപ്പറേറ്ററായും ജോലി ചെയ്യുന്നു. മാത്രമല്ല കീത്തിന്റെ ജോലി സ്ഥലത്തിനടുത്തായാണ് അവരുടെ ട്രെയിലർ ഹോം സ്ഥാപിച്ചിരിക്കുന്നത്. തികഞ്ഞ മതവിശ്വാസികളായ അവർ അടുത്തുള്ള ചർച്ചിലെ മ്യൂസിക് ടീമിലും അംഗങ്ങളായിരുന്നു. കീത്ത് ഒരു ഗായകനും എലൈൻ പിയാനിസ്റ്റുമാണ്. അവർക്ക് മറ്റൊരു കുട്ടി കൂടി ജനിക്കാൻ പോകുന്നതിനാൽ ആ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു സിറ്റിയിലേക്ക് താമസം മാറണമെന്നും ഒരു വലിയ വീട് വാങ്ങണമെന്നുമൊക്കെ അവർ പ്ലാൻ ചെയ്തിരുന്നു. മാത്രമല്ല ആ ഗ്രാമത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 15 പേരാണ് മൃഗീയമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. ഈ കാരണത്താൽ കീത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വളരെ സുരക്ഷിതമായി നോക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ താമസിക്കുന്ന വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. ഈ കാര്യം കീത്ത് അദ്ദേഹത്തിന്റെ അമ്മയോട് ഒരു തവണ ഫോൺ കോളിലും പറഞ്ഞിരുന്നു. കീത്തിന്റെ മാതാപിതാക്കൾ ഐന ഗ്രാമത്തിൽ നിന്നും ഏകദേശം 45 മിനിറ്റ് ട്രാവൽ ഡിസ്റ്റൻസിലാണുള്ളത്. ഒരു ദിവസം രാത്രിയിൽ ഒരു സ്ത്രീ കീത്തിന്റെ വീടിന്റെ ഡോറിൽ തട്ടി ഞാനൊരു ഫോൺ കോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ ആ സ്ത്രീയെ അകത്തേക്ക് വിടാതെ ഫോൺ കോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കീത്ത് ആ സ്ത്രീയെ പറഞ്ഞു വിട്ടു. ആ ഗ്രാമത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്ത് തന്റെ കുടുംബത്തെ സുരക്ഷിതമാക്കാനുള്ള അദ്ദേഹത്തിന്റെ കരുതൽ എത്രമാത്രമുണ്ടെന്ന് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. 1987 നവംബർ 18 അന്നേ ദിവസം കീത്ത് ജോലിക്കെത്തിയില്ല. മാത്രമല്ല സൂപ്പർവൈസറിനെ വിളിച്ച് ലീവാണെന്ന് പറഞ്ഞിട്ടുമില്ല. പറയാതെ അനാവശ്യമായി ലീവ് എടുക്കുന്ന സ്വഭാവം കീത്തിനില്ല എന്ന് സൂപ്പർവൈസറിന് അറിയാവുന്നതുകൊണ്ട് ആ ദിവസം മുഴുവൻ അയാൾ കീത്തിനെ കോൾ ചെയ്തെങ്കിലും ഒരു കോൾ പോലും കീത്ത് അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ സൂപ്പർവൈസർ കീത്തിന്റെ മാതാപിതാക്കളെ കോൾ ചെയ്ത് കീത്ത് ഇന്ന് ജോലിക്ക് വന്നിട്ടില്ലെന്നും രാവിലെ മുതൽ കോൾ ചെയ്തിട്ടും എടുക്കുന്നില്ല എന്നും മാതാപിതാക്കളെ അറിയിച്ചു. പിന്നീട് മാതാപിതാക്കളും കീത്തിനെ കോൾ ചെയ്തിട്ടും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ കീത്തിന്റെ അച്ഛൻ പോലീസിനെ വിവരമറിയിക്കുകയും ഒരു സ്പെയർ കീയുമായി കീത്തിന്റെ അച്ഛനും പോലീസും രാത്രിയോടെ കീത്തിന്റെ വീട്ടിലെത്തി. വീടിന്റെ ഡോറിൽ തട്ടി നോക്കിയപ്പോഴും അകത്തു നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല. അങ്ങനെ വീടിന്റെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് പോലീസ് കൊടൂരമായ ആ കാഴ്ച കണ്ടത്. എത്ര ബോൾഡായ പോലീസാണെങ്കിൽ പോലും അവരുടെ രക്തം മരവിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയ നിലയിൽ എലൈന്റെയും അവരുടെ 2 വയസ്സുള്ള മകൻ പീറ്ററിന്റെയും പുതിയതായി ജനിച്ച അവരുടെ പെൺകുഞ്ഞിന്റെയും ജഡം രക്തത്തിൽ കുളിച്ച നിലയിൽ ബെഡിൽ കിടക്കുന്നു. അവർ 3 പേരെയും കീത്ത് പീറ്ററിന് ബർത്ത്ഡേ ഗിഫ്റ്റായി വാങ്ങിക്കൊടുത്ത ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത്. മാത്രമല്ല എലൈന്റെയും പീറ്ററിന്റെയും തലയോട് വരെ തകർന്നു പോയിരുന്നു. കൊടൂരമായ മറ്റൊരു കാര്യമെന്തെന്നാൽ കൊലയാളി എലൈനെ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കെ ആ വേദനയിൽ എലൈൻ പുതിയ കുഞ്ഞിനെ പ്രസവിച്ചു. ഒട്ടും കരുണയില്ലാതെ ആ ചോരക്കുഞ്ഞിനെയും ബേസ്ബോൾ ബാറ്റ് കൊണ്ട് കൊലയാളി അടിച്ചു കൊന്നു. അതിനുശേഷം അവിടെയുള്ള തെളിവുകൾ നശിപ്പിക്കാനും കൊലയാളി ശ്രമിച്ചിട്ടുണ്ട്. അതായത് കൊല ചെയ്ത ശേഷം പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാതെ സാവധാനത്തിൽ അവിടെ നിന്ന് തെളിവുകൾ നശിപ്പിച്ചിട്ടാണ് കൊലയാളി അവിടുന്ന് പോയത്. എന്നാൽ കീത്തിനെയും അദ്ദേഹത്തിന്റെ കാറും കാണാനില്ലാത്തതിനാൽ കീത്ത് തന്റെ കുടുംബത്തെ കൊന്നിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. പക്ഷേ ആ സംശയത്തിന് അധികനാൾ ആയുസുണ്ടായിരുന്നില്ല. കാരണം തൊട്ടടുത്ത ദിവസം 1 മൈൽ അകലെയുള്ള ഒരു ഗോതമ്പ് പാടത്തു നിന്നും കീത്തിന്റെ ബോഡിയും കണ്ടെത്തി. 3 തവണ തലയ്ക്ക് വെടിവെച്ചാണ് കീത്തിനെ കൊലപ്പെടുത്തിയത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ലിംഗവും മുറിച്ചെടുത്തിരുന്നു.
കീത്തിന്റെ കാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും 11 മൈൽ അകലെയുള്ള ബെൻഡൺ എന്ന സിറ്റിയിലെ പോലീസ് സ്റ്റേഷന് പുറത്തു നിന്നും കണ്ടെത്തി. ഇതിൽ നിന്നും കൊലയാളി എത്ര ധൈര്യവാനായ സൈക്കോയാണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ആ കാറിനുള്ളിൽ നിറയെ രക്തം പുരണ്ടിരുന്നു. ആയതിനാൽ കീത്തിനെ ഈ കാറിനുള്ളിൽ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്നും അല്ലെങ്കിൽ കീത്തിനെ കൊലപ്പെടുത്തിയ ശേഷം ഈ കാറിലിട്ടാണ് കൊണ്ടുവന്നതെന്നുമാണ് പോലീസ് കരുതുന്നത്. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം അവരെല്ലാവരും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഗ്യാപ്പിലാണ് മരണപ്പെട്ടത്. വീട്ടിലേക്ക് ആരും അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങളില്ല. വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും മോഷണം പോയിട്ടുമില്ല. ഡാർഡിൻ ഫാമിലിയോട് ആർക്കെങ്കിലും പകയോ കടബാധ്യതയോ അവിഹിത ബന്ധങ്ങളോ ഉള്ളതായി യാതൊരു തെളിവുമില്ല. മാത്രമല്ല ഡാർഡിൻ ഫാമിലിയെ പറ്റി ആ നാട് മൊത്തം പൊതുവെ നല്ല അഭിപ്രായവുമാണ്. ആയതിനാൽ കൊലപാതകത്തിനുള്ള കാരണം പോലും അറിയാതെ പോലീസ് വട്ടം കറങ്ങി. കീത്തിന്റെ വീട്ടിൽ നിന്നും പോലീസ് ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തിയിരുന്നു. അത് കൊലയാളിയുടേതാണെന്നാണ് പോലീസ് കരുതുന്നത്. 1980കളിൽ സാത്താൻ സേവകരുടെ എണ്ണം കൂടുതലായിരുന്നതിനാലും കൊല ചെയ്ത രീതി കൊടൂരമായിരുന്നതിനാലും സാത്താനെ പ്രതിപ്പെടുത്താനായി സാത്താൻ സേവകർ ഇവരുടെ കുടുംബത്തെ കൊലപ്പെടുത്തിയതാണെന്നും പോലീസ് ഒരു തിയറി മുന്നോട്ട് വെച്ചിരുന്നു. ഒരുപക്ഷെ ഇവരുടെ കുടുംബത്തെ ആളുമാറി കൊലപ്പെടുത്തിയതാകാമെന്നും പറയപ്പെടുന്നു. കൊലയാളി ആദ്യം വീടിനുള്ളിൽ കയറുകയും ഒരവസരത്തിൽ കീത്തിനൊപ്പം പുറത്തു വന്നിട്ട് ആദ്യം കീത്തിനെ കൊല്ലുകയും അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്ന് സാക്ഷികളെ നശിപ്പിക്കാനായി വീട്ടുകാരെയും കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണം പുരോഗമിക്കാതെ അതൊരു കോൾഡ് കേസായി മാറി. കീത്തിന്റെ അമ്മ എല്ലാ ആഴ്ചയിലും പോലീസിനെ കോൾ ചെയ്ത് കേസിൽ എന്തെങ്കിലും പുരോഗമനമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. തന്റെ മകൻ ഒരു നല്ല മനുഷ്യനും അച്ഛനുമായിരുന്നെന്നും അവന് നീതി കിട്ടണമെന്നും അപേക്ഷിക്കുകയും ചെയ്തു. കീത്തിന്റെ അമ്മ പറയുന്നത് ഒരിക്കൽ കീത്തിനോട് ആരോ ഒരാൾ മയക്കുമരുന്ന് വിൽക്കാൻ ആവശ്യപ്പെട്ടുവെന്നും പക്ഷേ തന്റെ മകൻ അതിന് തയ്യാറായില്ലെന്നും ഒരുപക്ഷെ അത് കാരണമാകാം ഈ കൊലപാതകം നടന്നുവെന്നും കീത്തിന്റെ അമ്മ സംശയിച്ചു. മാത്രമല്ല എലൈനെ ആരെങ്കിലും പ്രൊപ്പോസ് ചെയ്തപ്പോൾ അവൾ അത് റിജക്ട് ചെയ്ത കാരണത്താൽ കൊല നടന്നതാണോ എന്നും കീത്തിന്റെ അമ്മ സംശയിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഇത്ര കൊടൂരമായി കൊല ചെയ്യാനുള്ള കാരണങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. FBI ഉൾപ്പെടെ പല അന്വേഷണ ഏജൻസികളും മാറി അന്വേഷിച്ചിട്ടും കേസിൽ യാതൊരു പുരോഗമനവും ഉണ്ടായില്ല. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം മരണഭയത്താൽ രാത്രിയിൽ പേടിച്ച് ഉറങ്ങാതെയായി. എന്തിനേറെ പറയുന്നു, പകൽ സമയത്ത് പോലും ജനങ്ങൾ സ്വയരക്ഷാർത്ഥം കയ്യിൽ ആയുധങ്ങൾ കരുതി. മാത്രമല്ല ആ ഗ്രാമത്തിലുള്ള ഒരുപാട് പേരുടെ മാനസിക നില തന്നെ തെറ്റാൻ ഈ കേസ് കാരണമായി. അങ്ങനെയിരിക്കെയാണ് 1999 2 പെൺകുട്ടികളുടെ കഴുത്തറുത്ത കേസിൽ സീരിയൽ കില്ലർ ടോമി സെൽസ് പിടിയിലായത്. കഴുത്തറുക്കപ്പെട്ട 2 പെൺകുട്ടികളിൽ ഒരാൾ രക്ഷപ്പെടുകയും അവൾ ടോമിയെ തിരിച്ചറിയുകയും ചെയ്തപ്പോഴാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 70-ലധികം കൊലപാതകങ്ങൾ താൻ ചെയ്തിട്ടുണ്ടെന്നും ഡാർഡിൻ ഫാമിലിയെ കൊലപ്പെടുത്തിയതും താൻ തന്നെയാണെന്നും ടോമി കുറ്റസമ്മതം നടത്തി. ഒരു ട്രക്ക് സ്റ്റോപ്പിൽ വെച്ചാണ് ഞാൻ കീത്തിനെ മീറ്റ് ചെയ്തതെന്നും അപ്പോൾ ഡിന്നർ കഴിക്കാനായി കീത്ത് എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചെന്നും ആഹാരത്തിന് ശേഷം കീത്തും എലൈനും ചേർന്ന് ത്രീസം സെക്സ് ചെയ്യാനായി തന്നോട് ആവശ്യപ്പെട്ടെന്നും അപ്പോൾ വന്ന ദേഷ്യത്തിന് ഞാൻ ആ കുടുംബത്തെ മൊത്തം കൊലപ്പെടുത്തിയെന്നുമാണ് ടോമി മൊഴി നൽകിയത്. എന്നാൽ പോലീസ് ഉൾപ്പെടെ ആരും ഈ കാര്യം വിശ്വസിച്ചില്ല. കാരണം രാത്രിയിൽ ഒരു കോൾ ചെയ്യാനായി വന്ന സ്ത്രീയെപ്പോലും വീട്ടിൽ കയറ്റാത്ത കീത്ത് ഒരിക്കലും ടോമിയെപ്പോലൊരാളെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല കൊല ചെയ്ത രീതിയെപ്പറ്റി ചോദിച്ചപ്പോൾ ഓരോ തവണയും പല രീതിയിലാണ് ടോമി മറുപടി പറഞ്ഞത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തുവിട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു ടോമിക്കറിയാവുന്നത്. പബ്ലിക്കുമായി ഷെയർ ചെയ്യാത്ത ഡീറ്റെയിൽസ് പോലീസ് ചോദിച്ചപ്പോൾ അയാൾക്കൊന്നിനും മറുപടി ഉണ്ടായിരുന്നില്ല. 70-ലധികം കൊലകൾ ചെയ്തിട്ടുണ്ടെന്ന് അയാൾ അവകാശപ്പെട്ടെങ്കിലും 22 കൊലകൾക്ക് മാത്രമാണ് അയാൾക്ക് ശിക്ഷ വിധിച്ചത്. ആ 22 കൊലപാതകങ്ങളിൽ ഡാർഡിൻ ഫാമിലി മർഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. 2014 അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഡാർഡിൻ ഫാമിലി കൊല്ലപ്പെട്ട് 37 വർഷങ്ങൾ കടന്നുപോയിട്ടും അവരുടെ ഘാതകനാരാണ് എന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ദ കേസ് റിമെയിൻസ് അൺസോൾവ്ഡ്.